എന്നാലും ഇങ്ങനെ ഓരോരുത്തൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ദുഃഖമുണ്ട്. അതായത് എല്ലാവരും പറയുന്നത് പോലെ ഇനി അവനെ ഇട്ട് ഇങ്ങനെ നാറ്റിക്കല്ലേ, വീഡിയോ ഇട്ട് നാറ്റിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് വേറെ ആരെയും കാര്യമല്ല ഞാൻ പറയുന്നത്, അഖിൽ എന്ന് പറയുന്ന യൂട്യൂബറുടെ കാര്യം തന്നെയാണ്. അയാളുടെ ഭാര്യ ഒളിച്ചോടുന്ന ചിത്രങ്ങളെല്ലാം നിങ്ങൾ ഇന്നലെ വെളിവായിട്ട് കണ്ടല്ലോ. എല്ലാവരും പറയുന്ന അയ്യോ ഇനി നാറ്റിക്കല്ലേ ഇനിയൊന്നും പറയല്ലേ എന്ന് പറയുന്നുണ്ട്. എടോ പൊന്നു മക്കളെ, ഇതൊക്കെ എടുത്ത് വെളിയിലിട്ടത് തന്നെ എന്ന് പറഞ്ഞാൽ നാറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നിങ്ങളെന്താ വിചാരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അഖിൽ എന്ന് പറയുന്നവന് എൻ്റെ ഭാര്യ വേറെ എവിടെയോ പോയതാണ് എന്ന് പറഞ്ഞിട്ട് നിന്നാൽ പോരെ? അല്ലെങ്കിൽ എൻ്റെ ഭാര്യ അത് അവളൊരു പാവമാണെന്ന് അയാൾ പറയുന്നത് പോലെ ആ ഫോട്ടോ ഒന്നും വെളിയിലിടാണ്ട് നിന്നാൽ പോരെ? അല്ലാതെ വന്നിട്ട് സകല ഫോട്ടോസും അതുപോലെ വീഡിയോസും ഒളിച്ചോടുന്നതും പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒളിച്ചോട്ടം, 1.5 ഒളിച്ചോട്ടാന്ന്. 5 കിലോ റേഷൻ അരി വരെ കൊണ്ടുപോയി എന്നാണ് പറയുന്നത് കേൾക്കുന്നത്. അതായത് 5 കിലോ റേഷൻ അരി വരെ മറ്റേ വേട്ടാവളിയനുണ്ടല്ലോ എന്ന ക്ലീനറാ ഡ്രൈവറാ ഓൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത് കേൾക്കുന്നത്. ഇത്രയും ദാരിദ്ര്യം പിടിച്ച ഒരുത്തൻ്റെ കൂടിയാണ് ഒളിച്ചോടിയിരിക്കുന്നത്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്? ഏതായാലും 5 കിലോ അരിയുണ്ട്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ 100 ഗ്രാം പച്ചമുളകുണ്ട്, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രസ്സും കാര്യങ്ങളെല്ലാം. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ അഖിൽ എന്ന് പറയുന്നവൻ്റെ അണ്ടർവെയർ വരെ എന്ന് പറഞ്ഞാൽ മറ്റവന് കൊണ്ട് കൊടുത്തു എന്നാണ് പറയുന്നത് കേൾക്കുന്നത്. അത്രത്തോളം ദാരിദ്ര്യം പിടിച്ച ഒരു ഒളിച്ചോട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഉള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ആ സ്ത്രീ ഒരു സാധാരണ സ്ത്രീയല്ല. ഈ ഒളിച്ചോടി എന്ന് പറയുന്ന മഹതി ഒരു സാധാരണ സ്ത്രീയല്ല. അവരിത് പണ്ട് മുതലേ കണ്ട് മനസ്സിലാക്കിയതാണ്. ഇപ്പോഴവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ചെന്നായക്കൾ വരുന്നുണ്ടല്ലോ. അതായത് അവൾ പിന്നെ അവൻ്റെ ശല്യം കൊണ്ടാണ് ഓടീനി, അല്ലെങ്കിൽ അവൾ ഓടിയതാണ് അവന് നല്ലത്. ഇതാണോ നിങ്ങൾ പറയേണ്ടത്? ആദ്യം തന്നെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് മാന്യം മര്യാദയായിട്ട് പോയിട്ട് ബന്ധം വേർപ്പെടുത്തിയിട്ട് അടുത്തവൻ്റെ കൂടെ പോവുക. അല്ലാതെ ഇതെന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കത്തിന് നമ്മൾ വീട് ഉപേക്ഷിച്ച് പോകത്തില്ലേ, അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാഗ് ഈട പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ നിറച്ചു ഇത്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പച്ചക്കറികൾ, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ്, പഞ്ചസാര, ഇതെല്ലാം എടുത്തിട്ടാണോ ഇവിടെ ഒളിച്ചോടുക? അല്ല, അറിയാതുകൊണ്ട് ഇരിക്കുന്നതാണ്. ഇത്രയും ദാരിദ്ര്യം പിടിച്ച ഒരുത്തൻ്റെ കൂടിയാണോ ഒളിച്ചോടിയത്? ഇവനാണോ കാമുകൻ? ഇനിയിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇന്നലെ വണ്ടി പിടിച്ച പൈസക്ക് വരെ എന്ന് പറഞ്ഞാൽ അവിടെ കുഴപ്പമായിരിക്കും ചിലപ്പോഴേ. എന്താ വെച്ചാൽ ഈ സ്ത്രീയാന്ന് കൊടുക്കേണ്ടി വരുക. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആ ചെറുക്കൻ്റെ പൈസ തന്നെയാണ്, അല്ലാതെ ഇതിൻ്റെ ഒന്നും അല്ല. അപ്പോൾ ഇവർ 2-2.5 വർഷത്തെ പ്രണയം ഉണ്ട് എന്നാണ് പറയുന്നത് കേൾക്കുന്നേട്ടാ. ആ പ്രണയം ഉള്ളപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രൈവറുമായിട്ടും ബന്ധമുണ്ട്. അതായത് നമ്മളിപ്പോഴും ന്യൂ ജനറേഷൻ്റെ അടുക്ക കാണുന്നില്ലേ, ഇങ്ങനെ എന്നാൽ 3 പേരാ, 2 പേര് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. പിന്നെ ഈ അഖിലിന് കിട്ടേണ്ടതുമാണ്. ഇവൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ആകാൻ പോകുന്ന പെണ്ണുങ്ങളോ ആണുങ്ങളോ ഒരു 2 വർഷമെങ്കിലും കൂടെ താമസിക്കണമെന്ന്, എന്നിട്ട് മാത്രമേ കെട്ടാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നീ കുറേ കെട്ടിയത് തന്നെ, അങ്ങനെയാണെങ്കിൽ കുറേ കെട്ടിയത് തന്നെ. അതായത് ഇങ്ങനെ ഒരുത്തൻ്റെ അടുക്ക പോവാൻ 2 വർഷം താമസിക്കുക, അടുത്തവൻ്റെ അടുക്ക പോകാൻ 2 വർഷം താമസിക്കുക. ഇതെന്ന അളവ് നോക്കാൻ വേണ്ടിയിട്ടാ? അല്ല, അറിയാതുകൊണ്ടിരിക്കുന്നതാന്ന്. അല്ല, ഇതെങ്ങനെയാണ് ഇതിൻ്റെ സംഭവം നോക്കാൻ വേണ്ടിയിട്ടാ? എടാ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്ന് സെറ്റായി കിട്ടത്തൊന്നുമില്ല. എന്നിട്ട് ഇവൻ്റെയൊക്കെ ഓരോരോ ഇടങ്ങാറുകൾ എന്താ അറിയുക. എങ്ങനെയെങ്കിലും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 2 വർഷമെങ്കിലും നമ്മളിത് പരീക്ഷിക്കണം. നമ്മൾ 2 വർഷമെങ്കിലും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പഠിക്കണം. അപ്പോഴേ 2 വർഷം കഴിഞ്ഞിട്ട് മതി കല്യാണം. ഒരുമിച്ച് താമസിച്ചതിന് ശേഷം നമ്മൾ 2 വർഷമൊക്കെ കഴിഞ്ഞ് നമ്മൾ രണ്ടാളും നോക്കുമ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് മതി. ഇതാണോടോ ഒരു കല്യാണം കഴിക്കുന്നവൻ്റെ മനസ്സിലുണ്ടാകേണ്ടത്? അപ്പോൾ ഇവൻ്റെ ഭാര്യയോട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ലേ, നീ എന്ന ഒരു കാര്യം 6 മാസമായി നമ്മൾ ഒക്കുന്നില്ല, നീ ഇനി ആരെങ്കിലും കണ്ടുപിടിച്ചോ ഇല്ലെങ്കിൽ ആരെങ്കിലും കൂടെ പോയിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ലേ. ഇനിയിപ്പോഴാ പെണ്ണ് വന്നിട്ട് പറയണം, എന്താ ഇവൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെയെല്ലാം ഉപദ്രവം കിട്ടിയിട്ടുണ്ട് എന്ന്. ഇപ്പോഴും വന്നിട്ട് എല്ലാവരും പറയുന്നല്ലോ അവനൊരു പാവമാണ്, ഒരു പാവാടയാണ്, അല്ലെങ്കിൽ അവനൊരു വള്ളിയാണ്. ഇതിൻ്റെയൊക്കെ ഇതെന്താണ്? അതായത് അവൻ തന്നെയല്ലേ ഇത് മൊത്തം പുറത്തു കൊണ്ടുവന്നത്. അല്ലാതെ ഇത് നമ്മൾ ആരെങ്കിലും പോയിട്ട് നൂറിനാട് പോയിട്ട് അന്വേഷിച്ചിട്ട് മനസ്സിലാക്കിനോടോ? നമ്മൾ നൂറിനാട് പോയിട്ട് ആരെങ്കിലും അന്വേഷിച്ചാൽ ഓൻ്റെ ഭാര്യ പോയിട്ടുണ്ടാ? അവൻ്റെ വീടിൻ്റെ 4 ചുമരിൻ്റെ അടുക്കൊക്കെ അറിയുന്ന സാധനം അതെന്നാലും മിണ്ടാതിരിക്കുമല്ലേ വേണ്ടത്? അവന് തന്നെ അറിയാം ഇങ്ങനെയേ നാണം കെടുത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി പുറത്തു വിട്ടത്. അതായത് ഒളിച്ചോടുന്ന CCTV ദൃശ്യങ്ങൾ വരെ പുറത്തു വിട്ടത്. അപ്പോൾ ഒളിച്ചോട്ടൊന്നും പറയാൻ പറ്റില്ല, ഒരു അഭയാർത്ഥി ക്യാമ്പൊന്നും ഓടുന്ന പോലെ ഉണ്ട്. എനിക്കന്നിങ്ങനെയാണ് തോന്നിയത്, അല്ലാതെ ഒളിച്ചോട്ടൊന്നുമല്ല. അല്ലാതെ എന്ന് പറഞ്ഞാൽ അരിയും മുളകും കട്ടിട്ട് ആരും ഒളിച്ചോടുവാർന്ന്. അരിയും മുളക് മണ്ണെണ്ണ വരെ എടുത്തിനാ പറഞ്ഞത്. 1/2 ലിറ്റർ മണ്ണെണ്ണ പോലും കിട്ടുന്നത്, അതിൽ 250 മണ്ണെണ്ണയും കൂടി എടുത്തിന് പോലും പറഞ്ഞ്. അങ്ങനെയാണ് ഇവരെ ഒളിച്ചോട്ടം എന്നാണ് പറയുന്നത്. അത് പ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെങ്ങായി ആണെങ്കിൽ പിന്നെ പോയിക്കോട്ടെ, ഓള് പോന്നു കഴിഞ്ഞാൽ നല്ലത്, ഓക്കെ അതാ ഇഷ്ടമെങ്കിൽ അത് പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നത്. എന്നാൽ പിന്നെ ഇവൻ കൃത്യമായിട്ട് പറയല്ലേ വേണ്ടത്, എൻ്റെ ഇതെല്ലാം മോഷ്ടിച്ചോണ്ടാണ് പോയത്, എൻ്റെ കാര്യങ്ങളെല്ലാം കൊണ്ടുപോയിട്ടുണ്ട്, എൻ്റെ വണ്ടിയും പിന്നെ മറ്റേ ഇടിയുള്ളത്,
പിന്നെ വേറൊരു കാര്യം കൂടി പറയാം. അതായത് ഈ പെണ്ണിൻ്റെ വീട്ടുകാരും വലിയ താല്പര്യമൊന്നുമില്ല ഇവനോട് എന്നാണ് എനിക്ക് കിട്ടിയൊരറിവ്. അതായത് ഇവർ 2 വർഷം പ്രണയിച്ചു എന്നല്ലാതെ അവിടെ അതിലും വലിയ കുഴപ്പത്തിലാണ്. ഈ പെണ്ണിൻ്റെ വീട്ടിലാണെങ്കിൽ ഇതിലും വലിയ കുഴപ്പത്തിലാണെന്നാണ് പറയുന്നത് കേൾക്കുന്നത്. അതായത് പണ്ടൊരു ചൊല്ലില്ലേ, അമ്മ വേലിയാടി കഴിഞ്ഞാൽ മക്കൾ മതിലിയാടുന്നു, അങ്ങനെ എന്തോ പറഞ്ഞൊരു ചൊല്ലില്ലേ. അതേപോലെ എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് ഇന്ന് നോക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ അച്ഛനുണ്ട്, രണ്ടാമത്തെ അച്ഛനുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിലൊരു കുഴപ്പം പിടിച്ച ഫാമിലി തന്നെയാണ്. അല്ലാതെ ഇമാതിരി ഇത് ചെയ്യാടാർന്ന്, അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു അതിശയമായിരുന്നു. അതായത് ഒളിച്ചോട്ടം പോലും ആയിരുന്നു. ഇതിനെല്ലാം വല്ല കാര്യമുണ്ടാ? എന്നാലും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കോടതിയിൽ പോയിട്ട് നിയമപരമായിട്ട് പോയിക്കൂടെ? അപ്പോൾ ഇതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ നാണം കെടുത്താനോ അല്ലെങ്കിൽ അവനെ പിന്നെ എന്താ പറയേണ്ടത്, ഇതിൻ്റെ അകത്ത് ഇനി തേച്ചം കൊട്ടിക്കാനോ അല്ലെങ്കിൽ അവന് വേണ്ടിയിട്ടെന്ന് പറയുന്നത് ഇവിടെ കരയുന്ന കുറേ ആൾക്കാരുണ്ട്. അവന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് ഒരു 4 വീഡിയോ ആണ് അവരിറക്കുന്നത്. അതായത് അവനെ കുറ്റം പറയല്ലേ എന്ന് പറഞ്ഞിട്ട്. എന്നാൽ പിന്നെ അവറ്റകൾക്ക് മിണ്ടാന്നൊന്നൂടെ, എന്നാൽ ഒരു 4 വീഡിയോ ഒന്നും കുറയില്ലേ? ഇതെന്ന് പറയുന്നത് എന്താ, ഇപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബേഴ്സിനെയും മറ്റവരെയും അങ്ങ് തെറി പറയണം. എന്താ കാരണം എന്നറിയാം? ഇതെന്തിനാണോ നിങ്ങളിങ്ങനെ ഇട്ടിട്ട് അലക്കുന്നത്? ഇതെന്തിനാണ് നിങ്ങളിട്ടിങ്ങനെ പറയുന്നത്? എല്ലാവൻ്റെയും ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള വീട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതെടുത്തിട്ട് ഇങ്ങനെ അലക്കുക എന്നുള്ളതാണ്. ഈ ഒളിച്ചോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ നല്ല മൈലേജുള്ളൊരു പരിപാടിയാണ്. അതായത് ഒളിച്ചോട്ട വീഡിയോക്ക് കിട്ടുന്ന ഇതൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു വീഡിയോക്കും കിട്ടത്തില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒളിച്ചോടിയ ടീമൊന്നും ഇതുവരെ നന്നായിട്ടില്ല. ഒളിച്ചോടിയിടും. ഇപ്പോൾ ഈ പെണ്ണ് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നതാണ്. അഖില് എന്ന് പറയുന്നതിന് അത്യാവശ്യം സമ്പാദ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ജീവിച്ചു പോകുന്ന 1000 1200 കിട്ടുന്ന ഒരുത്തൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ 2 ദിവസം അത്താഴപ്പഷ്ണി എടുക്കുമ്പം തന്നെ അത് പറയുകയായിരുന്നു, ഞാൻ പോകുന്നു കേട്ടാ എന്ന് പറയുകയായിരുന്നു. അത് അത്രയേ ഉള്ളൂ. അതായത് താൽക്കാലികമായിട്ട് ഇവൻ്റെ മറ്റേ ഈ ഡ്രൈവിങ്ങും കാര്യങ്ങളെല്ലാം കാണുമ്പോഴുള്ള ചൊറിച്ചൽ തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് ഒരുത്തം പറയുന്നത് കേൾക്കും, എല്ലാവരും എന്തുകൊണ്ടാണ് ഈ ഡ്രൈവർമാരെ പ്രേമിക്കുന്നതെന്ന് അറിയുമെന്ന്. അതായത് ഇവരുടെ ജീവിതത്തിൽ വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആകും ഡ്രൈവർമാർ എന്നാണ് ഇവർ പറയുന്നത്. ആലോചിച്ചോക്കറങ്ങൾ. അതായത് അയാൾ പറയുന്ന കാര്യം ഇതാണ്, ഡോക്ടർമാരായാലും എഞ്ചിനീയർമാരായാലും ടീച്ചർമാരായാലും അങ്ങനെ വേണ്ട എല്ലാ തരത്തിലുള്ള ബിരുദധാരികളും ഒരു ദിവസമെങ്കിലും ഒരു ഡ്രൈവറെയെങ്കിലും മോഹിക്കുന്നുണ്ടാവുന്നു. അതെന്താ കാരണം പോലും എന്നറിയാം? ബസ് ഡ്രൈവറെ മാത്രം, വേറെ ആരെയല്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിൻ്റ് ഇവരുടെ കയ്യിലായിരിക്കും പോലും ആയിരുന്നു. അതിന് വേണ്ടിയിട്ടായിരുന്നു. പട്ടിണി കിടക്കുമ്പോൾ ഇതെല്ലാം മനസ്സിലായിക്കോളും. അതിനെല്ലാവരും ഉദാഹരണം പറയുന്നത് എന്താണ്, ജോമോൻ്റെ സുവിശേഷം എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് ദുൽഖറിൻ്റെ. എടോ അത് അഭിനയമാണ് മണ്ടന്മാരെ, ഇതെങ്കിലും മനസ്സിലാക്കാറുണ്ട്. ആടെ മമ്മൂട്ടീൻ്റെ മോൻ എന്ന് പറഞ്ഞ ഒരു അഭിനയമാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആയുഷ്കാലം മുഴുവൻ ഈ ജോമോൻ്റെ സുവിശേഷം പോലെ വണ്ടി ഓടിച്ച് കോടിക്കണക്കിന് ഉറപ്പില്ലാണെന്നും അല്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒളിച്ചോടുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ മാനേഴ്സ് കാണിക്കണമായിരുന്നു. ഇമാതിരി ഒളിച്ചോട്ടൊന്നും ഓടരുത്. ഒളിച്ചോടുമ്പോഴേ അവനോട് പറയുക, എനിക്ക് വേണ്ട ഡ്രസ്സെങ്കിലും ഒന്ന് വാങ്ങിച്ച് വെച്ചേക്കണമെന്ന്. അല്ലാതെ ഇമാതിരി കൂതറ ഒളിച്ചോട്ടം ഒരിക്കലും ഓടാൻ പാടില്ല. അതായത് ഈ അഖില് എന്ന് പറയുന്ന അടി വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റവന് കൊണ്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവൻ എത്ര ദരിദ്രവാസിയായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാറുണ്ട്. 25 കാണാതായി എന്നാണ് പറയുന്നത് കേൾക്കുന്നത്. അപ്പോൾ അത്രയും ദാരിദ്ര്യം പിടിച്ച ഒരുത്തൻ്റെ കൂടിയാണ് ഈ സ്ത്രീ പോയിരിക്കുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു മൈലേജും, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇനി എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റിയാണ്. കാരണം ഇവറ്റകളുടെ ജീവിതത്തിൽ എന്താണ് ഇനി സംഭവിക്കുക, ഇവറ്റകളുടെ ജീവിതം ഇനി എങ്ങനെയായിരിക്കും, 1 2 വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 1 വർഷമൊക്കെ കഴിഞ്ഞാൽ ഇതിൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഞ്ഞാട്ടയായി തീരും എന്നെല്ലാവർക്കും അറിയാം. അത് കാണാൻ വേണ്ടിയിട്ടും കേൾക്കാൻ വേണ്ടിയിട്ടും ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരാഗ്രഹമുണ്ട്. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അല്ലാതെ അഖില് എന്ന് പറയുന്നവൻ ഇതെടുത്ത് പുറത്തിട്ടതോ അല്ലെങ്കിൽ അവളെ നാറ്റിക്കണമെന്നോ ഇല്ലെങ്കിൽ നാറ്റിക്കണ്ടാണോ ഇതൊന്നുമില്ല. എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാറ്റിക്കൽ തന്നെയാണ്. ഉള്ളതേ ഞാൻ പറയുള്ളൂ കേട്ടോ, ഇല്ലാത്തതൊന്നും ഞാൻ പറയില്ല. ബൈ ബൈ.